ഫൊക്കാനയുടെ കേരള കൺവെൻഷനോടനുബന്ധമായി നടന്ന മാധ്യമ സെമിനാറിൽ അമേരിക്കൻ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി. കേരള ചീഫ് വിപ്പ് എൻ ജയരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ താൻ ഒരു മാധ്യമപ്രവർത്തകൻ ആകുമായിരുന്നെന്ന് ജയരാജ് MLA സദസ്സിനോട് പറഞ്ഞു. അനിൽ അടൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ശരത് ചന്ദ്രൻ കൈരളി, ബൈജു കൊട്ടാരക്കര സംവിധായകൻ, റോമി മാത്യു മനോരമ, പ്രമേഷ് കുമാർ മാതൃഭൂമി, ജോർജ് ജോസഫ് മലയാളി തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്റ്റീന ചെറിയാൻ 24 ന്യൂസ് MC ആയിരുന്നു. തോമസ് ഫൊക്കാനയുടെ പ്രഥമ ട്രഷറർ ഏവരെയും സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് സജിമോൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. പത്രമാധ്യമങ്ങൾ വായിക്കും മുൻപ് ട്രൂത്ത് സോഷ്യൽ നോക്കുന്നതാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ട്രംപ് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ അറിയിക്കുന്നത് പ്രസ്തുത പ്ലാറ്റ്ഫോമിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതായും ക്രിസ്റ്റീന ആമുഖത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളിലേക്ക് ഒരു ഭരണാധികാരി കടന്നു വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ കാണണമെന്ന ചോദ്യശരവും അവർ എയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാധ്യമ പ്രവർത്തനത്തെ അമേരിക്കയിലായാലും കേരളത്തിലായാലും അടിമുടി മാറ്റുമെന്നും അഭിപ്രായപ്പെട്ടു. ക്രിസ്തീയ സഭ തുടക്കം കുറിച്ച പത്രമാണെങ്കിലും സെക്കുലർ മുഖം കാത്തുസൂക്ഷിക്കാൻ ദീപിക ഇന്നും ശ്രമിക്കുന്നതായി ദീപികയുടെ MD ആയ ഫാദർ പറഞ്ഞു. നേരായ വാർത്ത വിശദമായി അറിയാൻ കേരളത്തിൽ പ്രിന്റ് മീഡിയയെ ഇന്നും ആശ്രയിക്കുന്നത് ഫാദർ നല്ല ലക്ഷണമായി ചൂണ്ടിക്കാട്ടി. ഏത് വ്യാവസായിക പ്രേരണ ഉണ്ടായാലും മാധ്യമങ്ങൾ അതിന്റെ നിലപാടിൽ നിന്ന് മാറരുതെന്നും ഓർമ്മിപ്പിച്ചു. സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ടെന്നും ജനാധിപത്യ രാജ്യത്ത് അത് അഭികാമ്യമല്ലെന്നും റോമി മാത്യു വിലയിരുത്തി. മാധ്യമങ്ങൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളിലേക്കും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണങ്ങളിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടി. അമേരിക്കയിൽ പ്രധാനമായുള്ള 2 രാഷ്ട്രീയ പാർട്ടികളെ നേരിട്ടാൽ മതിയെന്നും കേരളത്തിൽ മതസാമുദായിക സംഘടനകളെ നേരിടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ ഭരണഘടന മാധ്യമ സ്വാതന്ത്ര്യം നൽകുമ്പോൾ പൗരന്റെ മൗലിക അവകാശങ്ങളിലൂടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ള രാജ്യമാണ് ഇന്ത്യയെന്നും അതിൻ്റെതായ മെച്ചവും പരിമിതികളുമുണ്ടെന്ന് പ്രമേഷ് കുമാർ വിലയിരുത്തി. മാധ്യമങ്ങളിലെ മാറ്റം ആഗോള പ്രതിഭാസമാണെന്നും കൂട്ടിച്ചേർത്തു. നമ്മൾ തമ്മിൽ പോലെ ഗിന്നസ് റെക്കോർഡുള്ള പരിപാടി സംവിധാനം ചെയ്തതിന്റെയും ഉക്രൈൻ യുദ്ധമുഖത്ത് പോയി വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെയും അനുഭവം ബൈജു കൊട്ടാരക്കര പങ്കുവച്ചു. സമൂഹത്തിന് നേർക്കു പിടിക്കുന്ന കണ്ണാടിയായിരിക്കണം മാധ്യമങ്ങളെന്ന് അഭിപ്രായപ്പെട്ടു. വിമർശനങ്ങൾ വസ്തുത അറിഞ്ഞു മാത്രമേ ആകാവൂ എന്ന് ശരത് ചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി.